പുനലൂരിൽ വീട് നിർമ്മാണത്തിനിടെ രണ്ടാം നിലയിൽ നിന്ന് കാൽ വഴുതി വീണ തൊഴിലാളിയെ സാഹസികമായി രക്ഷപ്പെടുത്തി. കരാറുകാരനായ ഗണേശനാണ് തൊഴിലാളി ശങ്കറിനെ രക്ഷപ്പെടുത്തിയത്. ശങ്കറിനെ രക്ഷപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഞാൻ ഇതിങ്ങനെ വെളിയിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വെളിയിൽ നിന്ന് വീണപ്പോഴത്തേക്ക് എനിക്ക് പിടിക്കണമെന്ന് രക്ഷപ്പെടുത്തണമെന്ന് തോന്നി. അങ്ങനെ പിടിക്കാണ്. പിടിച്ചോണ്ടിരുന്ന വഴിക്ക് മുട്ടങ്ങ് പറഞ്ഞു പോയി. ആ മുട്ടിന്റെ കൂടെ ഞാനിവിടെ നേരെ താഴോട്ട് വീഴുമായിരുന്നു. എന്തായാലും ഭാഗ്യം പോലെ എന്നൊക്കെ വീഴുന്നത് ഞാൻ അയ്യോ എന്നും പറഞ്ഞ് പിടിച്ച് താഴോട്ട് വീഴുകയും ഇപ്പം കയറി രണ്ട് കൈ കയറി പിടിച്ച് ഞങ്ങൾ രണ്ടും കൂടെ ഈ മുന്നോട്ട് മറിഞ്ഞ് വീഴുകയായിരുന്നു. അതുകൊണ്ട് ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല. ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും. ലിജോ, അതിശയവും അത്ഭുതവും വലിയ ആശ്വാസവും തോന്നുന്ന ദൃശ്യങ്ങളാണ്. ഒരു പേരിന് പോലും ഒരു പരിക്ക് ശങ്കറിനില്ല എന്നതും കാണാം. എന്താണ് അവിടെ സംഭവിച്ചത്? സൈഫുദ്ദീനെ നമ്മൾ സാധാരണ ദൈവത്തിന്റെ കൈ എന്നൊക്കെ പറയുമായിരുന്നു. കഴിഞ്ഞ ദിവസം അത് മറ്റൊരു തരത്തിൽ യാഥാർത്ഥ്യമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. പുനലൂർ കുന്നച്ചിറയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അതായത് ആ വീട്ടിന്റെ കോൺക്രീറ്റിങ്ങിന് ശേഷം ആ തട്ട് പൊളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തൊഴിലാളിയായിട്ടുള്ള ശങ്കർ താഴേക്ക് വീഴുകയായിരുന്നു. താഴെ നിൽക്കുന്നത് ആ കരാറുകാരനായിട്ടുള്ള ഗണേശാണ്. പെട്ടെന്ന് അയാൾ അവിടെയുള്ള തടികളൊക്കെ നീക്കുന്ന സമയത്ത് ഇത്തരത്തിൽ മുകളിലേക്ക് നോക്കുന്ന സമയത്താണ് കുറച്ച് തടിയും ഒപ്പം തന്നെ അതിന്റെ ഒപ്പം ശങ്കറും താഴേക്ക് വീഴുന്നത് കണ്ടത്. ഉടൻ തന്നെ ആ ശങ്കറിനെ നേരെ കൈനീട്ടുകയും അവിടെ പിടിച്ച് പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. കാലിലൊക്കെ ചെറിയ രീതിയിലുള്ള ആ വീഴ്ചയിലുണ്ടായ ചെറിയ ഒരവുകൾ മാത്രമാണുള്ളത്. മറ്റു പരിക്കുകളൊന്നും തന്നെ ഇല്ല. ഗണേശനാകട്ടെ പെട്ടെന്ന് പിടിച്ച ഒരു ആഘാതത്തിൽ നടുവിന് ചെറിയ വേദനയും മറ്റു ബുദ്ധിമുട്ടുകളും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. കുറച്ച് ദിവസമായി ആ ഭാഗത്ത് പണി നടക്കുന്നുണ്ടായിരുന്നു. ആ പണി നടക്കുന്ന സ്ഥലത്ത് കരാറുകാരും ഒപ്പം തന്നെ ഈ തൊഴിലാളിയും ഒക്കെ കുറെ ദിവസമായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടെയായിരുന്നു ഇത്തരത്തിൽ പെട്ടെന്നൊരു അപകടം ഉണ്ടാവുകയും അത്ഭുതകരമായി ഒരു രക്ഷപ്പെടൽ നടത്തുകയും ചെയ്ത് കാര്യമായ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാവിലെ അപകടം നടക്കുന്നു. ഇന്ന് ഉൾപ്പെടെ ഈ ശങ്കർ അവിടെ പണിക്കെത്തി എന്നുള്ള കാര്യമാണ് ഗണേശ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്.